ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയമല്ലാത്ത മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അത് അതെനിക്ക് വല്ലാത്ത ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുകയുണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യരുടെ വീഡിയോ ആണ് കണ്ടത്. മഞ്ജു വാര്യർ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ ടോവിനോയുടെയും മോഹൻലാലിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഞാൻ നോക്കിയിട്ട് അവിടെ വസ്ത്രത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം ഫുൾ കവർ ചെയ്ത നല്ല വസ്ത്രധാരണം. പക്ഷേ ചില ചൊറിയൻ തവളകൾ അതിൻ്റെ അടിയിൽ ചെന്ന് കുറേ കമൻസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. പ്രായത്തിന് ചേർന്ന് വസ്ത്രം ധരിച്ചൂടെ? കിളവിക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? അമ്മച്ചി ആയില്ലയോ? ഇനി മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ധരിച്ചൂടെ? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കൊക്കെ ആരാ അധികാരം തന്നിരിക്കുന്നത്? എന്താ 40 വയസ്സുള്ള സ്ത്രീക്ക് ശരീരഭാഗങ്ങൾ എവിടെയും കാണിച്ചിട്ടല്ല, നല്ല മര്യാദയ്ക്കുള്ള ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കില്ലെന്ന് ഇന്ത്യൻ ഭരണഘടന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതൊക്കെ സ്വന്തം വീട്ടിൽ ഇരിക്കുന്ന ഭാര്യമാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോരെ ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രമേ ധരിക്കാവൂ, അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് ഇനി വേറെ ഒരു വസ്ത്രവും ധരിക്കരുത് എന്ന്. ഇവിടുത്തെ ഞാൻ നിൽക്കുന്ന മണ്ണ് സിംഗപ്പൂറാണ്. ഇവിടെ വിവാഹപ്രായം എത്രയാണ് നിങ്ങൾക്കറിയോ? 39 വയസ്സാണ് വിവാഹപ്രായം. 40, 45, 50 വയസ്സിലാണ് അവർ ചിലപ്പോൾ അമ്മയാകുക. അവരുടെ അടുത്ത് ആരും പോയി പറയില്ല. അവർ ധരിക്കുന്ന വസ്ത്രം ചെറിയ നിക്കറും ചെറിയ ബനിയനുമാണ്. അവരോട് ആരും പോയി പറയില്ല 40 വയസ്സായില്ലേ, അല്ലെ 45 വയസ്സിൽ നിങ്ങളെന്തിനും പ്രസവിക്കുന്നതെന്ന് ആരും ചോദിക്കില്ല. നിങ്ങളെന്താ ഈ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ആരും ചോദിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാം? ഇവിടുത്തെ സർക്കാരിനവർക്ക് നല്ല ഭയമാണ്. ഒരു വാക്ക് മോശമായ ഒരു സ്ത്രീകളോട് പറഞ്ഞാൽ, എത്ര മോശമായ വസ്ത്രം ധരിച്ച് അവരുടെ മുന്നിൽ ചെന്നാൽ പോലും മോശമായൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നവർക്ക് നല്ലവണ്ണം അറിയാം. നമ്മുടെ നാട്ടിൽ കുറേ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ആ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് ആരെ എന്തും പറയാം. അതാണോ അതിൻ്റെ ശരി? എന്നിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നു. കാവ്യമാധവ് ഇതിനെക്കാട്ടി നല്ല വേഷമാണ് ധരിച്ചിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ പോലും തട്ടിയെടുത്ത ഒരു സ്ത്രീയാണ് കാവ്യമാധവൻ. എന്നിട്ട് പോലും എവിടെയും ഒരു മാധ്യമങ്ങളിലും മഞ്ജു വാര്യർ കാവ്യമാധവനെ പറ്റിയോ ദിലീപിനെ പറ്റിയോ മോശമായൊരു വാക്ക് പോലും സംസാരിക്കുന്ന കേട്ടിട്ടില്ല. അത് സംസാരിക്കാൻ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് വിട്ടുകളഞ്ഞേക്കൂ, എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്ന ഒരു പെൺകുട്ടിയാണത്. എന്തിനാണ് അതിനെ ഇത്രയും മോശമായി അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ദേഹം മുഴുവൻ മറച്ച ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതിനെന്താ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് ഇന്ന ഡ്രസ്സേ ധരിക്കാവുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? സാരി മാത്രമേ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അവരുടെ പൊസിഷൻ എന്താണ്? അവരെവിടെയാണ് നിൽക്കുന്നത്? അവരൊരു സിനിമാ നടിയാണ്. അവർക്കിഷ്ടമുള്ള വേഷന്മാർക്ക് ധരിക്കാനുള്ള പ്രയോറിറ്റി ഉണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്ത് വേഷം ധരിക്കണം, എവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മോശം വേഷം ധരിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ, ഒരു വീഡിയോയിൽ വന്നാൽ അവരെ മോശം പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. അല്ലാതെ മാന്യമായി ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നവരടുത്ത് അമ്മച്ചിക്ക് 45 വയസ്സ് കഴിഞ്ഞില്ലേ, എന്താ അമ്മച്ചി ഈ വേഷമേ ധരിക്കത്തുള്ളൂ, കിളവിയായില്ലേ, ഇനി ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? ആര് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ 40 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അണിഞ്ഞൊരുങ്ങാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മേഖലയിലെ സ്ത്രീകൾ നീയൊക്കെ എന്താ കുളത്തിൽ കിടക്കുകയാണ്? എപ്പോഴും കുളത്തിൽ കിടക്കുന്ന തവളകൾ വല്ലതുമാണോ? സ്ത്രീകൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ബഹിരാകാശത്ത് വരെ പോയി എത്രയോ ദിവസം അവിടെ കഴിഞ്ഞിട്ടൊരു സ്ത്രീതയെ എത്തി. അവിടെ വരെ എത്തിയ സ്ത്രീകൾ എത്താത്ത ഒരു മേഖലകളുമില്ല ഇന്ന്. അത്രയേറെ ഉയരങ്ങളിൽ എത്തിയിട്ടും ഇപ്പോഴും കുളത്തിൽ കിടക്കുന്ന തവളകളെ പോലെ വസ്ത്രധാരണത്തെപ്പറ്റി മോശം നിങ്ങൾക്ക് പറയാം. അത് മോശമായൊരു വസ്ത്രം ധരിച്ച് വരുന്ന ഒരു വ്യക്തി, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത് അവരവരുടെ പേഴ്സണൽ കാര്യമാണ്. ഏത് വേഷം ധരിക്കണം എന്നുള്ളത് അവരവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ നിനക്ക് 40 വയസ്സായി 45 വയസ്സായി അതുകൊണ്ട് നീ ഈ വേഷമേ ധരിക്കാവൂ എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് തീരെ ശരിയല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മഞ്ജു വാര്യരെ പോലെ ഒരു ആക്ടർ, അവർ ഒരു സ്ഥലത്തുമില്ല. മഞ്ജു വാര്യർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടിയാണ്, ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടി. ഒരു സ്ഥലങ്ങളിൽ പോലും ഒരുമാതിരിപ്പെട്ട മഞ്ജു വാര്യരുടെ എല്ലാ വീഡിയോസും ഞാൻ അരിച്ചുപറക്കി കാണുന്ന വ്യക്തി കൂടിയാണ്. ഒരു സ്ഥലങ്ങളിൽ പോലും ഒരു മോശമായ വസ്ത്രം ധരിച്ച് ഞാൻ ഇന്നുവരെയും മഞ്ജു വാര്യർ കണ്ടിട്ടേ ഇല്ല. ഒരു സിനിമകളിൽ പോലും ഓവറായൊരു മോശമായ വസ്ത്രങ്ങൾ ധരിച്ച് ആ കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ടും പിന്നെ എന്തിന്? സത്യം പറഞ്ഞാൽ എനിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. ഇത്രയൊക്കെ മോശം സംസാരിക്കേണ്ട കാര്യം എന്താ? പിന്നെ ഈ അമ്മച്ചി, തള്ള, കിളവി ഇങ്ങനെയുള്ള വിളികൾ അങ്ങ് നിർത്ത്. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന അതേ കൾച്ചറും കൊണ്ട്
പൊതുമാധ്യമ രംഗത്ത് പ്രശസ്തിയായിട്ടിരിക്കുന്ന ആൾക്കാരെയും വന്ന് വിളിക്കുന്ന വേട് ഇത് തന്നെ, തള്ള കൾച്ചർ. ആ തള്ള കിഴവി എന്നുള്ള വിളി കേൾക്കുമ്പോഴറിയാം അവൻ്റെയൊക്കെ കൾച്ചർ എന്താണെന്ന്. എന്തിനാണ് ഇത്രയും തരം താഴ്ന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം എൻ്റെ പ്രായം അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ നിൽക്കുന്ന സിംഗപ്പൂരാണ്. എനിക്കിവിടെ നൈറ്റി ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. നൈറ്റി എടുത്തിട്ട് റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. നിൽക്കുന്ന എപ്പോൾ ഓടി കടയിൽ പോകുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. ഞാൻ മലയാളിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്ര പ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ നൈറ്റി ഇട്ടുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞാൽ പറയും വീട്ടിൽ പോയി ഇരുന്നോളാൻ പറയും. നാട്ടിൽ കേരളത്തിൽ പോയി കുത്തിയിരുന്നോളാൻ പറയും. കൾച്ചറും മനുഷ്യനും രീതികളൊക്കെ ഒരുപാട് അങ്ങോട്ട് മാറിപ്പോയി. അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന എത്രയോ പേരുണ്ട് മോശമായ വസ്ത്രങ്ങളും ധരിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നവർ. അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ ആ കുട്ടി ഇന്നുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാ ഇത്ര ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യം എന്താ? അമ്മച്ചിയാ പോലും മര്യാദക്കുള്ള വേഷം ധരിച്ചൂടെ? പിന്നെ അതിലിട്ടേക്കുന്ന കമൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. നീയൊക്കെ എന്തിനാണ് ചെറ്റകളെ അങ്ങോട്ടൊക്കെ നോക്കാൻ പോകുന്നത്? എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നീയൊക്കെ അവിടെ നോക്കുന്നത് എന്തിനാ? അവിടെ നോക്കിയിട്ട് ചോദിക്കുന്നു. അതും കൂടെ ഞങ്ങൾ ഇനി കാണുന്നത് അത് പുറത്തോട്ട് നിനക്കൊക്കെ കാണാൻ വേണ്ടി പകത്തിട്ടുകൊണ്ട് നടക്കുകയാണ് അല്ലല്ലോ. പിന്നെ എന്തെനിക്ക് മോശം സംസാരിക്കുക എന്തുകൊണ്ടാണെന്നറിയാം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ നിയമവും സൈബർ സെല്ലും ഒക്കെ കറക്റ്റാണെങ്കിൽ ഒരാളെക്കുറിച്ച് ഒരു മോശം എവിടെ ഇരുന്ന് പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പണി കിട്ടുമെന്നുള്ള പേടി വേണം. ആ നിയമം ഇന്ത്യയിൽ ഇല്ലാത്തടത്തോളം കാലം ഇതല്ല ഇതിനപ്പുറവും നടക്കും. കാരണം ഞാൻ നിൽക്കുന്ന ഈ നാട്ടിൽ മുഴുവനെ തുണിയില്ലാതെ നേക്കടായിട്ടൊരു പെണ്ണ് തൊട്ട് മുന്നിൽ കൂടെ പോയാലും ഒരുത്തനൊന്നും മിണ്ടത്തില്ല. പേടിയാ. അവൻ മോശമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടേ തിരിഞ്ഞ് അവൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പൊക്കിയെടുത്ത് പോലീസ് കൊണ്ടുപോകും. അത്രയ്ക്കും പേടിയുണ്ട്. അങ്ങനെ ശക്തമായൊരു നിയമമുള്ള രാജ്യത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമം എന്താ? ഏത് തോന്നിയ ദിവസം ആരെ വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു രീതി മാറിയേ തീരത്തുള്ളൂ. എന്നാൽ ഇത് മാറുകയെന്ന് ചോദിച്ചാൽ മാറാൻ പോകുന്നില്ല. കാരണം ഒരു മനുഷ്യനെ ഒരിക്കൽ ഞാൻ മൂക്കുത്തി കുത്തി നാട്ടിൽ ചെന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, മൂക്കുത്തി കിട്ടുന്ന പെണ്ണുങ്ങളൊക്കെ മോശമാത്രേ. എവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൂക്കുത്തുന്ന പെണ്ണുങ്ങളൊക്കെ മോശമാണെന്ന്? എവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു സ്ഥലമൊന്ന് കാണിച്ചു തന്നെ. മൂക്കുത്തുന്ന പെണ്ണുങ്ങളൊക്കെ മോശമാണ്, തലയിൽ മുല്ലപ്പൂ വെക്കുന്ന പെണ്ണുങ്ങളൊക്കെ വേറെ പണിക്ക് നടക്കുന്നവരാ. എന്നാ നമ്മുടെ മലയാളികളുടെ കൾച്ചറൊന്ന് മാറുക? മര്യാദയ്ക്കൊന്ന് ചിന്തിക്കുക, മര്യാദയ്ക്കൊന്ന് പെരുമാറുക. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അതിന് താഴെ എഴുതിയിരിക്കുന്ന ഓരോ കമൻസും എന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണത്. എന്നെപ്പോലെ ഒരു പെണ്ണ്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പെണ്ണ്. അതുകൊണ്ട് തന്നെ ഇത്രയെങ്കിലും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. ആർക്ക് ചൊറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീ തന്നെ. പക്ഷേ എനിക്കിഷ്ടമുള്ള വേഷമാണ് ഞാൻ ധരിക്കുന്നത് എന്ന് കരുതി ഞാൻ എൻ്റെ ശരീരഭാഗങ്ങൾ ആരെയും കാണിച്ചുകൊണ്ടല്ല നടക്കുന്നത്. മര്യാദക്കുള്ള ഡ്രസ്സ് എൻ്റെ അടുത്ത് വന്ന് എന്തിനാ ഈ വേഷിട്ടേക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് വേഷം ധരിക്കണമെന്നുള്ളത്. അവിടെ അമ്മച്ചിക്ക് എന്താ ഈ വേഷമേ ധരിക്കാൻ പറ്റുള്ളൂ, അല്ലെ കിളവിയല്ലേ എന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ മറുപടി ഞാൻ ഒന്നേ പറയൂ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ നിൽക്കുന്ന അമ്മയുടെ പ്രായമേ 70-75. അവിടെ ചെന്ന് അമ്മയെ ചെന്ന് കിളവി തള്ളേ എന്നൊക്കെ വിളിച്ചാലേ ഒറ്റ പ്രാവശ്യം വിളിക്കൂ, പിന്നെ വിളിക്കേണ്ടി വരത്തില്ല. അവരെ കണ്ടാൽ ഈ 70-75 പ്രായമുള്ള അമ്മയെ കണ്ട് 40 വയസ്സേ ചിലപ്പോൾ 35 വയസ്സേ തോന്നിക്കുള്ളൂ. കാരണം ഈ പ്രായത്തിൽ അവർ ഹെൽത്ത് അത്രയും അവർ നോക്കുന്നുണ്ട്, അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അവരടിച്ച് പൊളിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരുടെ കാര്യം ചെന്ന് ചോദിക്കത്തില്ല എന്താ നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്. അത് ഗവൺമെൻറ് ഇവിടെ പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. അവരങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിന് തലപ്പത്തിരിക്കുന്നവന് ശരിയല്ല, നമ്മുടെ മലയാളീസിൻ്റെ നാവ്. അത് ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളെയും കൺട്രോൾ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ പറയേണ്ടത് മാത്രം പറയുക, ചില സ്ഥലങ്ങളിൽ കൺട്രോൾ ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തക്കണ ഒരു നിയമം ഉണ്ടാക്കേണ്ടി വരും. നാക്കിൽ എല്ലില്ലാത്ത നാവ് വെച്ച് എന്തും ആരെയും വിളിച്ച് പറയാമെന്നുള്ള തിയറി അങ്ങ് മാറിയില്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ.